ഉണർത്തുന്ന അല്ലാഹുവിന്റെ ഇബാദിന്റെ ഒരു രാത്രിയുണ്ട്. പിശാചിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു രാത്രിയുമുണ്ട് ചില ആളുകൾക്ക്. ഖുർആനോദിയും ദിക്ർ ചൊല്ലിയും വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, സുബ്ഹി നേരത്തെ അവർ തസ്ബീഹ് ചൊല്ലുന്നവരാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. സുബ്ഹി നേരത്തെ കള്ളുടി ചാടുന്നവരാ, മയക്കുമരുന്നടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുന്നവരാ. അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട്. നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ രാത്രി എങ്ങനെയാണ്? നിങ്ങൾ എങ്ങനെയാ ചെലവഴിക്കുന്നത്? നിങ്ങളെ ചെറുപ്പക്കാരെ കളി കണ്ടിട്ടും അല്ലാതൊക്കെ നമ്മൾ കുറേ രാത്രി ഇങ്ങനെ കഴിച്ചു കൂട്ടി കഴിഞ്ഞു അല്ലേ? ആ വേൾഡ് കപ്പ് അങ്ങനെ ഒരു കൊല്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം നമ്മൾ ഉറക്കൊഴിക്കും അല്ലേ? ഉറക്കൂലേ? റമളാൻ ഒരു മാസമാകുമ്പോഴേക്കും പഠിച്ചവനെ ഒരു മാസമൊക്കെ എന്തിനാ എന്ന് തോന്നുന്ന ആൾക്കാർ ഒരു കൊല്ലം വേൾഡ് കപ്പാണെങ്കിൽ ഒരു കൊല്ലം ഉറക്കൊഴിക്കും. ഒഴിക്കൂലേ? എന്നൊന്നും കളി ഉണ്ടാവില്ല, അത് വലിയ ഭാഗ്യം. എവിടെയൊക്കെയാണോ ഇതുപോലെയുള്ള നമ്മുടെ സമയം കൊല്ലാൻ കഴിയുന്ന എന്റർടൈൻമെന്റുകൾ ഉള്ളത്, അവിടെയൊക്കെ നമ്മുടെ കുട്ടികൾ സജീവമാണ്. നമ്മുടെ ഉമ്മത്ത് സജീവമാവേണ്ടത് സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്തിലാണ്. നിങ്ങൾ ഈ വാദിന് വന്നോ ഇല്ലേ എന്നതൊന്നല്ല വിഷയം. നിങ്ങൾ നല്ല മനുഷ്യന്മാരാണോ എന്നറിയുമ്പോൾ നമ്മുടെ മസ്ജിദിലെ സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്തിന് എത്ര സ്വഫ ആളുണ്ട്, അവിടെയാണ് അല്ലാഹു നമ്മളെ നോക്കുന്നത്, അവിടെയാണ് നമ്മുടെ വില കിടക്കുന്നത്. അതിന് നമ്മളെ കിട്ടുമില്ലേ? അതിന് നമ്മളെ കുട്ടികളുണ്ടോ?